ഇനി 120 ദിവസമാണ് ബാക്കിയുള്ളത്. CUT UG എക്സാമിനേഷന് ഇനി വെറും 120 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്ങനെ ഈ 120 ദിവസത്തെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ചാണ് വളരെ ഷോർട്ട് ടൈമിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. +2 ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഒക്കെയുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള CUT എക്സാമിനേഷനാണ് എഴുതുന്നത്. അങ്ങനെ CUT എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് ഇനി 120 ഡേയ്സ് ആണ്. ഈ 120 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് നമ്മളിപ്പോൾ ജാനുവരിയിലാണ് ഉള്ളത്. ഇനി ഫെബ്രുവരി വരാനുണ്ട്, മാർച്ച് വരാനുണ്ട്, ഏപ്രിൽ വരാനുണ്ട്, അതുപോലെ തന്നെ മെയ്യും വരാനുണ്ട്. മെയ് വരാനുണ്ട് ഞാൻ പറയുന്നില്ല, മെയ് ഏകദേശം എക്സാമിനേഷൻ ടൈമാണ് എന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി എടുത്ത് നോക്കുകയാണെങ്കിൽ ജാനുവരി ഏകദേശം നിങ്ങളുടെ എക്സാമിനോട് അടുപ്പിച്ചുള്ളൊരു മാസമാണ്. ഫെബ്രുവരി എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷനിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവും. മാർച്ച് കംപ്ലീറ്റ്ലി ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഏപ്രിൽ നിങ്ങൾക്ക് വെക്കേഷൻ ടൈമാണ് എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള സമയം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. യു ഷുഡ് ഹാവ് എ മന്ത്ലി പ്ലാൻ, യു ഷുഡ് ഹാവ് എ വീക്ക്ലി പ്ലാൻ, യു ഷുഡ് ഹാവ് എ ഡെയിലി പ്ലാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ മാസം ഉണ്ടല്ലോ എന്നാലോചിച്ച് സമയം ചിലവഴിച്ച് അവസാനം ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ചെയ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് വെക്കും എക്സാമിനേഷൻ്റെ. അങ്ങനെ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ ശേഷം +2 പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്നിട്ട് CUTക്ക് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ചെലവഴിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കൂല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതികൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന്, തിയറി എക്സാമിനേഷന് ഇതൊക്കെ ഈ പറയുന്ന പോലെ വളരെ ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും പോവുകയും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു SWOT അനാലിസിസ് നമ്മൾ നടത്തണം. സ്ട്രെങ്ത് വീക്ക്നെസ് എന്താണ് എന്നുള്ളത്, നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോങ് ഏരിയയെ നിങ്ങൾ എന്ത് ചെയ്യണ്ടില്ല, കൂടുതൽ സ്ട്രെസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. വീക്ക് ഏരിയയെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് CUT പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്ര സമയം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. അല്ലാതെ ഒരാഴ്ച 5 മണിക്കൂർ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച 8 മണിക്കൂർ പഠിച്ചുകൊണ്ടോ കാര്യമില്ല. നിങ്ങൾ ഡെയിലി ഒരുപക്ഷെ പഠിക്കുന്നത് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ക്യുമുലേറ്റീവ് സ്വഭാവത്തിലാണ് ഇതിനെ കാണേണ്ടത്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പഠനത്തിന്റെ സ്വഭാവമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന്റെ രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ വളരെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചില ആളുകൾ മീഡിയം ലെവലിലായിരിക്കും ഉണ്ടാവുക, ചില ആളുകൾ ഫാസ്റ്റ് ആയിരിക്കും ലേണിംഗ് സ്വഭാവത്തിലുള്ള ആളുകൾ, ചില ആളുകൾക്ക് എഴുതുമായിരിക്കും വേണ്ടി വരിക, എഴുതിയായിരിക്കും ആളുകൾ പഠിക്കുന്നുണ്ടാവും, ചില ആളുകൾ സംസാരിച്ചുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓരോരുത്തരുടെ പഠനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈ കൃത്യമായിട്ടുള്ള പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പഠനം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുക. അതായത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എത്ര ബുദ്ധി ഉണ്ട് എന്നോ നിങ്ങളുടെ അറിവിൻ്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് ഒരു ചോദ്യത്തെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ നിങ്ങൾക്ക് എത്രത്തോളം ഒബ്ജക്റ്റീവ് ലെവലിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നോക്കുന്നത്. അങ്ങനെ ഒബ്ജക്റ്റീവ് ആക്കി നോക്കുന്ന സമയത്ത് നമ്പേഴ്സ് പ്രധാനപ്പെട്ടതാണ്, ആളുകൾ പേഴ്സണാലിറ്റീസ് പ്രധാനപ്പെട്ടതാണ്, ഇവൻറ്റ്സ് പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ ക്രൊണോളജി അറിയാന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്, ഇയർ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ഫോമാറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. തിയറി മനസ്സിലാക്കണം, തിയറി അറിയണ്ട എന്നല്ല പറയുന്നത്. ആ തിയറി അറിയുന്നത് എന്തിനെ ബേസ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ലെവലിൽ എങ്ങനെ അതിനെ മറികടക്കാമെന്നതിനെ കുറിച്ചായിരിക്കണം എന്നുള്ളതാണ്. അപ്പം 120 ദിവസത്തെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക, യു ക്രിയേറ്റ് യുവർ ഓൺ പ്ലാൻ എന്നുള്ളതാണ്. നമുക്ക് ഒരു പ്ലാൻ തരാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി മെന്റർ വിൽ ഹെൽപ്പ് യു.
if you are joining for the crash course program, then definitely will help you. No problem for that. But അതൊരു സ്റ്റാൻഡേർഡ് പ്ലാൻ ആയിരിക്കും. പക്ഷെ ആ സ്റ്റാൻഡേർഡ് പ്ലാൻ നിങ്ങൾക്ക് ഫിറ്റ് ആണോ എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ചിലപ്പോൾ നിങ്ങളോട് നമ്മൾ പറയാ ഇത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക ഈ വീക്കിൽ എന്നുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ അഡീഷണൽ സമയം കണ്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സാധാരണ റെഗുലർ പീരീഡിൽ നമ്മൾ 2 hours per day എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 hours per day എന്ന് പറയുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ 3.5 hours 4 hours എടുക്കേണ്ടി വരും. ചിലത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചില ഇവന്റുകളിലോ കല്യാണങ്ങളിലോ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ദാറ്റ് മേ ഹാപ്പൻ. ബട്ട് സം സാക്രിഫൈസസ് വിൽ ബി വർത്ത്ഫുൾ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില സാക്രിഫൈസുകൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡ്രീം ലൊക്കേഷനിലേക്ക്, ഡ്രീം യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഈ 120 ദിവസത്തെ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. യു ബ്രേക്ക് ഇറ്റ് ഡൗൺ. നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുക. എങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടത്? ടോട്ടൽ എനിക്കുള്ളത് 120 ചാപ്റ്റേഴ്സ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 120 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ചാപ്റ്റർ തന്നെ തറവ് ആവണമെങ്കിൽ ഞാൻ മിനിമം എന്ത് ചെയ്യേണ്ടി വരും? ഒരു 20 ക്വസ്റ്റ്യൻസ് MCQ ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് അത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത്, ടുവേർഡ്സ് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ ഇല്ലാതെ ഒരു എക്സാമിനേഷൻ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റിവിഷന് സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഒരു മാർച്ച് ഏപ്രിൽ ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം പോർഷൻ കംപ്ലീറ്റ് ചെയ്ത ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. കുറച്ചധികം സമയം ചെലവഴിച്ചാലും കുറച്ചധികം സമയം നമ്മൾ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് എന്നതാണ്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്റർഷിപ്പും ക്ലാസ് നോട്ട്സും വാല്യൂ ആഡഡ് നോട്ട്സും പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതിനുള്ള ഡിസ്കഷൻസ് അവൈലബിൾ ആണ്. അഡ്മിഷൻ പ്രോസസ്സിലുള്ള കംപ്ലീറ്റ് അക്കാഡമിക് അസിസ്റ്റൻസും പോസിബിൾ ആണ്. ക്രാഷ് കോഴ്സിന്റെ കംപ്ലീറ്റ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു കോൺടാക്ട് ദ നമ്പർ 7909228688 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അവസരം ഒരിക്കലും തീര നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ വീണ്ടും ഇനി ആലോചിച്ച് കാത്തുനിന്ന് സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, ഇന്ത്യയിലെ ടോപ്പ് ക്യാമ്പസുകളിൽ എത്തുന്ന ആളുകൾ, കിടിലൻ അക്കാഡമിക് അന്തരീക്ഷത്തിൽ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫോളോ ചെയ്യുക, കൂടെ കൂടുക, നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. All the best.